നീ ചായ അടിച്ചാൽ മതി, എന്നെ അടിക്കാൻ വരണ്ടോ. ഹായ് ബേബി. ബേബി പറഞ്ഞോളെ ഞാൻ കുറച്ച് ലൈഫിൽ റെസ്പോൺസിബിൾ ആവാൻ പോവാ. ബേബിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ഇപ്പൊ വിളിക്കാം, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാ വൈകിട്ട് വരാം. ഹായ് ഹായ്. മെഡിക്ലിക് എക്സ്പോനെ പറ്റി ചോദിക്കാൻ വന്നതാണ്. എന്റെ ബോയ് ഫ്രണ്ട് ശരിക്കും പോളണ്ടില്ല, എനിക്ക് പോളണ്ടിൽ പോകാനാ. ഓ, ബോയ് ഫ്രണ്ട് ഡോക്ടറാ? അല്ല, പുള്ളി ബിസിനസ്മാനാ. അല്ല, ശരിക്കും എക്സ്പോണ്ട് വല്ല കാര്യമുണ്ടോ? പിന്നില്ലേ, നമ്മൾ സാധാ എക്സ്പോ പോലെയല്ല, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയിലെ ഡെലിഗേറ്റ്സ് ഇവിടെ നേരിട്ട് വരും. നമുക്ക് അവരോട് സംസാരിക്കാം. മാത്രമല്ല, ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന സ്റ്റുഡൻസും പാരൻസും ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കുട്ടി പോളണ്ടിലേക്കാ വരുന്നേ? അല്ല, ഞാൻ ജോർജിയ. ഓ, അപ്പൊ ഇതിന് ജോർജിയ ഉണ്ട്. ആ, വേറെയും കൺട്രീസ് ഉണ്ട്. പോളണ്ട്, ജോർജിയ, റൊമാനിയ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ. അങ്ങനെ അത് കഴിഞ്ഞ് കിട്ടി. അപ്പൊ ഇനി എക്സ്പോയ്ക്ക് കാണാം. കഴിഞ്ഞില്ല, ഒരു ചായ കുടിച്ചാലോ? ചേട്ടാ, 2 കട്ടൻ. അയ്യോ, എക്സ്പോ ഡേറ്റ് എന്നായിരുന്നു? കൊല്ലത്ത് ജൂൺ 5 ട്രിവാൻഡ്രത്ത് ജൂൺ 8. ഞാൻ കൊല്ലത്തൊന്ന് അറ്റൻഡ് ചെയ്യും. ബേബി, അപ്പൊ പോളണ്ട്? ഒഴിവ് സമയങ്ങളിൽ ഞാൻ ഇതും ചെയ്യാറുണ്ട്. എടാ ചതിയോ. മോള് കൂടി ഏട്ടാ, ഇപ്പൊ വരാം. പോളണ്ടും പോയി എല്ലാം പോയി. അതെന്തിനാ? എന്തായാലും MBBS എടുക്കാണ്ടിന്റെ പ്ലാൻ ഇത് തന്നെയാ ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ നാട്ടിൽ ഏതെങ്കിലും കോളേജിൽ പഠിച്ചോളാം. ഇതാണ് ലാഭം. 18 to 85 lakhs പഠിത്തത്തിന്റെ ചെലവെല്ലാം കഴിയും. ഇന്ത്യയിലേക്കാ തിരിച്ചു വരുന്നെങ്കിൽ അവർ FMG എക്സാമിനേഷനുള്ള കോച്ചിങ് തരും. മാത്രമല്ല, UK US-ലേക്കാണെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്ത് തരും. മോളെ ഈ ഏട്ടനെ കൂടെ കൊണ്ടുപോകും പോളണ്ടിലേക്ക്. നീ ചായ അടിച്ചാൽ മതി, എന്നെ അടിക്കാൻ വരണ്ടോ. വെയിറ്റ് സ്പോട്ട് അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഫ്രീ.